പലപ്പോഴും നമ്മുടെ ചിന്തയാണ് മറ്റുള്ളവർ എൻ്റെ മേൽ വിധിയിടുമെന്ന്. അവർ പറയത്തേ ഉള്ളൂ, അവരുടെ വാക്കിന് ശക്തിയില്ല. ഒരു ദൈവ പൈതലിൻ്റെ മേൽ മറ്റുള്ളവർ എന്ത് വാക്കുകൾ പറഞ്ഞാലും അത് നിന്റെ മേൽ വിധിയാകത്തില്ല. നീ ഭയപ്പെടരുത്. പലർക്കും ഭയമാ, മറ്റുള്ളവർ എന്നെ വിധിച്ചാൽ അതെൻ്റെ മേൽ വരുമോ എന്നുള്ള ഭയം. മറ്റുള്ളവരുടെ വാക്കുകളിലല്ല നമ്മുടെ ജീവൻ ഇരിക്കുന്നത്. നമ്മുടെ ജീവൻ്റെ ആധാരം ക്രിസ്തുവാണെങ്കിൽ അവൻ്റെ വിധികളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തുള്ളൂ. ബൈബിളിൽ ഉടനീളം നോക്കിയാൽ കാണാൻ കഴിയും, പലരുടെയും ജീവിതത്തെക്കുറിച്ച് ലോകം പല വിധികൾ എഴുതിയെങ്കിലും ലോകത്തിൻ്റെ വിധികളല്ല നിറവേറി വന്നത്, ദൈവത്തിൻ്റെ വിധികളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും വിശ്വസിക്കണം, ഞാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ എൻ്റെ മേൽ ഇനി ഒരു പാരമ്പര്യ ശക്തിക്കും വിധി പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എൻ്റെ മേൽ സമൂഹത്തിന്റെ വിധികൾ വീഴത്തില്ല, എൻ്റെ മേൽ ചുറ്റുപാടിന്റെ വിധികൾ വീഴത്തില്ല, അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് വിധിക്കുന്നവരുടെ വിധി വീഴത്തില്ല, അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ട് എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ വിധി വീഴത്തില്ല. എൻ്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ മേൽ ഒരുവന്റെ വിധി മാത്രമേ നിറവേറത്തുള്ളൂ. അത് മറ്റാരുടെയുമല്ല, അത് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ രാത്രിയിൽ അതുകൊണ്ട് തന്നെ യേശുവിന്റെ നാമത്തെ ശക്തിയോടെ ഉയർത്തുകയാണ്. അവനാണ് നമ്മളെ വിധിപ്പാൻ യോഗ്യനായവൻ.